ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈലിൽ ഒരു ക്യാമറ നമുക്ക് കണ്ടിട്ടുണ്ട് അല്ലെ. ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഗാലറിയിലേക്ക് നമ്മൾ സേവ് ചെയ്യാറുണ്ട്, നമുക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാമറ വഴി നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്യാമറ നമ്മൾ മാത്രമല്ല, നമ്മൾ അറിയാതെ മറ്റു പലരും കൂടി മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടത് ലൈക്ക് ബട്ടൺ ചെയ്യാനും പിന്നെ അതുപോലെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൽ തന്നെ നമുക്ക് കാണാം ക്യാമറ കാണുന്നുണ്ട് അല്ലേ. ക്യാമറ നമ്മൾ എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പല പോസിലൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ഫോട്ടോ എടുക്കുന്ന ഈ ഒരു ക്യാമറ സുരക്ഷിതമാണോ എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്സ് കാണാം. ഇവിടെ ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ആപ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ടോപ്പിലാണുള്ളത്. പല ഫോണിലും പല രീതിയിലേക്ക് ഇവിടെ ആപ്പ് മാനേജർ അല്ലെങ്കിൽ ആപ്പ് മാനേജ്മെൻറ്റ്, ഇവിടെ ആപ്പ് മാനേജ്മെൻറ്റ് പല രീതിയിലും കാണാം. ഇവിടെ ആപ്പ് മാനേജ്മെൻറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പല ആപ്ലിക്കേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. നമ്മളിവിടെ ഫോണിൽ യൂസ് ചെയ്തിരുന്ന അഡോബ് ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള പല PDF റീഡർ അങ്ങനത്തെ പല ആപ്ലിക്കേഷൻസും ഇവിടെ കാണാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻസ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കാണാം. നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ്. പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കണ്ടില്ല. അധികവും ഞാനിവിടെ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പല ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർ ക്യാമറ പെർമിഷനൊക്കെ ചോദിക്കുന്ന സമയത്ത് അധികം നോട്ടിഫിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ നമ്മളതിൽ കൊടുക്കേണ്ടത് ക്യാമറയുടെ പെർമിഷൻ ഒന്നും ചോദിക്കുന്നത് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മുടെ ക്യാമറ കാര്യങ്ങളെല്ലാം അവർ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് അത്ര ജെന്യൂൻ അല്ലാത്ത ആപ്പുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ നോക്കുക ഏതെല്ലാം ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ നമ്മൾ അഡോബ് ഫോട്ടോഷോപ്പിൻ്റെ ഒക്കെയാണ്. ഇവിടെ പെർമിഷൻസിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ ക്യാമറയിൽ നമുക്ക് ഓപ്ഷൻസ് പല ഫോണിലും പല രീതിയിലാണ്. ഇവിടെ വന്നത് ഞാനിവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഡോണ്ട് അലോ ആണ്. അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള അലൗ ഓൺലി വൈൽ യൂസിങ് ദി ആപ്പ്, അതായത് ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആസ്ക് എവറി ടൈം, എല്ലാ സമയത്തും നമ്മളോട് ചോദിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. അങ്ങനത്തെ പല ഓപ്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മളത് ചെയ്താൽ മതി. പിന്നെ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഡിഫോൾട്ടായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ആപ്പിന് എന്തൊക്കെയാണ് പെർമിഷൻ കൊടുത്തതെന്നൊക്കെ നമുക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫോണിലും ഓരോ സെറ്റിംഗ്സ് ആണ്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. എങ്കിലും എല്ലാത്തിലും പെർമിഷൻസ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. നമുക്കിതൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്പ് മാനേജ്മെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ ആ മുകളിലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഷോ സിസ്റ്റം ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സിസ്റ്റം ആപ്സ് നമുക്ക് നമ്മളെ ഫോണിൽ കാണാൻ സാധിക്കും. ഷോ സിസ്റ്റം ആപ്സ് ഇവിടെ കണ്ടില്ലേ. നമ്മളെ സിസ്റ്റത്തിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്ന സിസ്റ്റം ആപ്സ് ഒക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാം. ഈ സിസ്റ്റം ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത, അതായത് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പുകൾ ഏതെങ്കിലും, അതായത് സ്പൈ ആപ്പുകൾ ഒക്കെ ക്യാമറ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് സ്പൈ ആപ്പുകൾ കയറി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. കാരണം അതിനൊക്കെ നമ്മൾ ക്യാമറ പെർമിഷനൊക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളുടെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവർ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ ആപ്ലിക്കേഷൻസ്, അതായത് നമ്മൾ ഇൻബിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആപ്പുകൾ, അതുപോലെ തന്നെ അതാണ് സിസ്റ്റം ആപ്സ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഇതേപോലെയുള്ള നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകളിലൊക്കെ നമുക്ക് ഇതേപോലെ ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്ന പെർമിഷനും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ മൂവ്മെൻറ്റ്സും നമ്മുടെ കാര്യങ്ങൾ മൊത്തം അവർ ക്യാമറ വഴി അവർ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇത് പലർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. നേരെ നമ്മൾ ആപ്പുകൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്യും. പിന്നെ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ പെർമിഷൻ ചോദിച്ച് നമ്മൾ കൊടുത്താണെങ്കിൽ പോലും നിങ്ങൾ ഇതിലൊന്ന് കയറിയിട്ട് ആ പെർമിഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. പിന്നീട് നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന സമയത്ത് അലോ വൈൽ യൂസിങ് ദി ആപ്പ് കൊടുക്കുക. അതായത് ആ സമയത്ത് മാത്രം അത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ഇതിൻ്റെ പെർമിഷൻസ് ഒഴിവാക്കി കൊടുക്കുന്നതാണ്. കാരണം ക്യാമറ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പല പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാമറയിലും അതേപോലെ ഗാലറിയിലും ഉണ്ടാവുന്നതാണ്. അത് ഇതേപോലുള്ള പല ആപ്സുകൾ അടിച്ചു കൊണ്ടുപോകാനും അതായത് ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതി നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ഫോണിലൊന്ന് നോക്കി നോക്കുക.